ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഞാൻ സാധാരണ വീഡിയോ ലൈക്ക് ചെയ്യാനും ചോദിക്കുന്ന ഒരാളല്ല, പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് ഈ സമയം ഈ ഒരു വീഡിയോ എത്തേണ്ടതുണ്ട്. കാരണം ഇതേ ഡൗട്ടുകളുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് പുറത്തുണ്ട്. സോ അവരിലേക്ക് കൂടി എത്താൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ രാത്രി തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ട്രയൽ റിസൾട്ട് വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പല വിദ്യാർത്ഥികളും ചോദിച്ചു എങ്ങനെയാണ് സാർ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് കീം കാൻഡിഡേറ്റ് ലോഗിൻ വഴി ചെക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനിയുള്ള 2-3 ഡൗട്ടുകൾക്ക് ഉത്തരവും, ഇനി നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 12 മണി വരെ. ഞാനിപ്പോൾ എന്തായാലും ഈ വീഡിയോ പബ്ലിഷ് ആകുമ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ്, ഇൻവൈറ്റഡ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. ഈ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതൊക്കെയാണ് കിട്ടിയത്, നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയത്, മുകളിലുള്ള ഓപ്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങളുടെ അതേ കാറ്റഗറിയിൽ അതുപോലെ തന്നെ നിങ്ങളെക്കാൾ റാങ്ക് കുറവുള്ളവർക്ക് നിങ്ങൾ വെച്ച ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൽ ചെയ്യാം. സിഇയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അത് റിപ്പോർട്ടും ചെയ്യാം വിത്ത് സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 7-ാം തീയതി, അതായത് ഇന്ന് ഒരു പ്രൊഫഷണൽ പോലെ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റ് കൂടി വരും. അത് കഴിഞ്ഞിട്ട് നാളെ ജൂലൈ 8-ാം തീയതി ഇതുപോലെ തന്നെ ആയിരിക്കും, സെയിം പാറ്റേൺ ആയിരിക്കും. ഈവനിങ്ങിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ ദ ആക്ച്വൽ പ്രൊസീജിയറിലേക്ക് കടക്കാണ്. അതായത് 8-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ 9 മുതൽ 12-ാം തീയതി വരെ മക്കളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങൾ എന്താ ഏത് ഓപ്ഷനാണോ കിട്ടിയത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 12 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു 6-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, താഴോട്ടുള്ള ലോവർ ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകും. പിന്നീട് നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് സേവ് ചെയ്യാൻ പറ്റുന്നത് 1 മുതൽ 6 വരെയുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഹയർ ഓപ്ഷൻ ഏതെങ്കിലും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ മാറ്റാം, എന്നിട്ട് റീസേവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. മറക്കരുത്. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് പേര് പിന്നീട് കരയേണ്ടി വന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം പ്രിന്റ് ഔട്ട് എടുത്ത് കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അതിൽ പരാമർശിച്ചിട്ടുള്ള ഫീസ്, അതായത് SC ST ചിലപ്പോൾ കുറവായിരിക്കും. അതിലെന്താണോ ആ അലോട്ട്മെന്റ് മെമ്മോയിൽ എത്ര രൂപയാണോ നിങ്ങൾ സിഇക്ക് അടയ്ക്കണമെന്ന് പരാമർശിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട്, അത് കൃത്യമായിട്ട് അവർ പരാമർശിച്ചിട്ടുള്ള ആ ഒരു പേയ്മെന്റ് വിൻഡോയിലൂടെ 12-ാം തീയതിക്കകത്ത് 9 മുതൽ 12 വരെയാണ് നിങ്ങൾ ആ പൈസ അടച്ചിരിക്കണം. അടയ്ക്കാത്ത പക്ഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷൻ മാത്രമല്ല, ഹയർ ഓപ്ഷൻസ് ഉൾപ്പെടെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും എന്ന് മാത്രമല്ല, അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുക പോലും ചെയ്യില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ ഒരു പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് സെക്യൂർ ചെയ്യുന്നതിനോടൊപ്പം ഹയർ ഓപ്ഷനിലേക്കുള്ള ഒരു ഹോപ്പും അടുത്ത അലോട്ട്മെന്റുകളിലേക്ക് പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അതുവഴി ചെയ്യുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക മക്കളെ. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ടാസ്ക് തുടങ്ങാൻ പോകുന്നത്. സോ ഏറ്റവും പുതിയ വാർത്തകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. All the best.